ഇപ്പോൾ കുട്ടിങ്ങൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് ഇച്ചിരി താമസമാണ് കേട്ടോ അടുക്കളയിൽ കയറുന്നത്. അപ്പോൾ രാവിലത്തെ കാപ്പുടിയൊക്കെ കഴിഞ്ഞു. ഇനി ഉച്ചത്തേക്കുള്ള തിരക്കിലോട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ സ്റ്റൗവിൽ ഇന്ന് ഇച്ചിരി താമസിച്ചുകൊണ്ട് സ്റ്റൗവിൽ തന്നെ അരി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അരി നന്നായിട്ടൊന്ന് തിളപ്പിച്ചുകൊണ്ട് അതിനൊന്ന് റൈസ് കുക്കറിലോട്ട് മാറ്റി വയ്ക്കും. അപ്പോൾ അത് അവിടെ ഇരുന്ന് വെന്തോളും. അപ്പം ഉച്ചത്തേക്ക് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ വള്ളിപ്പയർ എടുത്തിട്ടുണ്ട്. ഒരു തോരൻ വയ്ക്കണം, പിന്നെ മീൻകറി വയ്ക്കണം. അതിനുവേണ്ടി തക്കാളിയും നമ്മുടെ സാമ്പാർ മുളകുണ്ടല്ലോ അതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മോര് കാച്ചൽ, പിന്നെ 2 ചേമ്പ് അവിക്കണം. ഇത് നമ്മുടെ പാൽച്ചേമ്പാണ് കേട്ടോ. ഇത് അവിച്ച് തിന്നാനൊക്കെ നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാൽ വിത്തിയൊക്കെ അവിച്ച് കഴിക്കാനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അമ്മ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ഇന്നലെ അമ്മ വന്നിരുന്നത്. അപ്പോൾ അമ്മ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് പാൽച്ചേമ്പ്. അപ്പോൾ നമുക്കിവിടെ മീൻ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. നമ്മൾ നെത്തോലി മീനും, നമ്മളിവിടെയൊക്കെ നെത്തോലി എന്ന് പറയും, പലയിടത്തും പല കൊഴുവ അങ്ങനെയൊക്കെ പേരുകൾ പറയും. നമ്മളിവിടെ നെത്തോലി മീൻ. അങ്ങനെ ആദ്യം മീനൊന്ന് ക്ലീനാക്കി എടുത്ത്, അപ്പോഴേക്ക് എന്നെ അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാൾ ഓടി എത്തി കേട്ടോ. കാര്യസാധ്യത്തിനല്ലാതെ ഈ ഒരാളെ അടുക്കളയിലിട്ട് കാണത്തേ ഇല്ല കേട്ടോ. പിന്നെ എന്തെങ്കിലും നമുക്ക് അത്യാവശ്യം എവിടെയെങ്കിലും പോവാം അങ്ങനെയൊക്കെ നിൽക്കുകയാണെങ്കിൽ വന്ന് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യും, തേങ്ങ തിരുവി തരും, അങ്ങനെയൊക്കെ ചെയ്യും. അല്ലാതെ ഈ കട്ടിങ് പരിപാടിയിലൊക്കെ വലുതായിട്ടൊന്നും കാണാത്തതാണ് കേട്ടോ. പിന്നെ ആൾ തന്നെ നല്ല ചെറുതായിട്ടൊക്കെ ഒന്ന് തോരത്തിനൊക്കെ അരിഞ്ഞ് തന്നിട്ട് എന്താ പറയുക, അമ്മ ഞാൻ ഒഴിക്കാനും തോരനൊക്കെ ഞാൻ വച്ചോളാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ വച്ചോളാം, ഇപ്പോഴേ താമസിച്ചു, ഉച്ചയ്ക്ക് ചോറ് ഉണ്ണാനല്ലേ ഞാൻ വച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞു, ഇല്ല അമ്മ അച്ഛനും വൈകിട്ടല്ലേ വരുള്ളൂ, ഞാൻ പെട്ടെന്ന് വച്ചോളാം അമ്മയെന്ന് പറഞ്ഞു. ഇന്ന് ഇത്തിരി താമസിച്ചാലും കുഴപ്പമില്ല അമ്മയെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞ ആളൊന്ന് അടുക്കളയിൽ കയറി ഭയങ്കര കുക്കിങ്ങാണ് കേട്ടോ. അങ്ങനെ തോരനും മോര് വെച്ചിട്ടാനും ആളാണ് വെച്ചത് കേട്ടോ. ആൾക്ക് മോര് വെച്ചിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ കടുകൊക്കെ ഇടുന്ന സമയത്ത് മാത്രം ആൾ കടുക് ഇട്ടിട്ട് ഒന്ന് 7 അടി അകലെ പോയി നിൽക്കും, പൊട്ടിത്തെറിക്കുമെന്നുള്ളൊരു പേടിയിൽ കേട്ടോ. ബാക്കിയെല്ലാം നിന്നങ്ങ് ചെയ്തോളും. അങ്ങനെ എനിക്ക് മോര് കാച്ചിയതും തോരനും കനൂട്ടനാണ് ചെയ്തത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നോക്കുന്ന സമയത്ത് അവൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് കാണാൻ ഒരു പ്രത്യേക രസമാണ്. പിന്നെ ആൾ പൊതുവേ ഒരു സൈലൻ്റാണ്. വീട്ടിൽ കിടന്ന് നല്ല ബഹളം ഇതൊക്കെ ആണെങ്കിൽ പുറത്തിറങ്ങിയ ഒരു സൈലൻ്റാണ് കേട്ടോ. അങ്ങനെ ഒഴിക്കാത്തതിൻ്റെ കാര്യത്തിന് സെറ്റൊക്കെ ആക്കി അടുത്തത് തോരത്തിനുള്ള അരപ്പിടലും പരിപാടിയൊക്കെ ആയിരുന്നു. അങ്ങനെ എനിക്ക് പെട്ടെന്ന് തോരനും എല്ലാം വച്ച് മാറ്റി തന്നു കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് വെച്ച് അടുപ്പ് ഒഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻകറി എനിക്ക് വയ്ക്കണം, മീൻകറി വെച്ചാലേ ചോറുണ്ണാനൊക്കെയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാം വച്ച് മാറ്റി തന്നു. അപ്പോൾ എൻ്റെ പറഞ്ഞു അമ്മ ടേസ്റ്റ്, ഞാൻ ഇല്ല മക്കൾ ടേസ്റ്റും ഒക്കെ എന്ന് പറഞ്ഞു. പക്ഷെ ആൾ ചൂടോടെടുത്ത് വായിയിട്ടു കേട്ടോ. അതിൻ്റെ ഒരു ചൂടടിച്ച് വായിക്കകത്ത്. പിന്നെ കൊള്ളാപ്പഴില്ലായിരുന്നു, ഉപ്പൊക്കെ കണക്കിന് തന്നെ ഇട്ടായിരുന്നു. പിന്നെ അടുപ്പ് നോക്കി കിട്ടിയപ്പോൾ ഞാനൊന്ന് പെട്ടെന്ന് തന്നെ മീൻകറിയും വെച്ച് അടുക്കളയിലെ ജോലിയൊക്കെ അങ്ങ് സെറ്റാക്കി. അപ്പോൾ ഇനിയുള്ള പണി ചേമ്പ് ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ആദ്യം ഇച്ചിരി വെള്ളവും ഉപ്പും ഇട്ട് വേവിക്കാനായിട്ട് വെച്ചു. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് തേങ്ങാപ്പാലൊക്കെ വീഴ്ത്തി ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ കിച്ചണിൽ പണികളെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചേമ്പ് നന്നായിട്ട് തേങ്ങാപ്പാലിലിങ്ങനെ തിളച്ച് ഇരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് അങ്ങ് വറ്റുകയാണ്. നമ്മൾ ഒരുപാട് തേങ്ങാപ്പാൽ വീഴ്ത്തില്ല, നല്ല കട്ടിക്ക് തേങ്ങാപ്പാൽ വീഴ്ത്തി ഒരു 10 മിനിറ്റ് ആകുമ്പോൾ നന്നായിട്ട് വറ്റും. അങ്ങനെ അടുക്കളയെല്ലാം സെറ്റായി. ഇനി ഈ 2 പാത്രം കൂടെ ഒന്ന് കഴുകി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ജോലിയായി. അപ്പോൾ ഇനി എൻ്റെ കുട്ടീസിന് ചോറുകൾ കൊടുക്കണം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം.